രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ കാശ് കൊടുത്താൽ കിട്ടുന്ന ഒന്നാണെന്നും അത് ഏത് പട്ടിക്ക് വേണമെന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നടേശനെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. നിങ്ങളാദ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വാക്കുകൾ കേൾക്കുക. അല്ല സാർ ബിജെപിയോട് ഇത്രയും അടുത്ത് പ്രവർത്തിക്കും പത്മഭൂഷൺ കിട്ടുമല്ലേ? എനിക്ക് വേണ്ട. ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ട. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്തമുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചായിട്ട് നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും വരുന്നുണ്ട്. നോ എന്ന് പറയും. പത്മഭൂഷണ് ഇത്രയും വില കുറച്ച് കാണുന്ന, ആർക്കും കാശ് കൊടുത്താൽ കിട്ടാവുന്ന ഒന്നായി കാണുന്ന, ഒരു പട്ടിക്കും വേണ്ടാത്ത, ഒരു വിലയുമില്ലാത്ത സാധനമായി കാണുന്ന വെള്ളാപ്പള്ളി നടേശന് ഇത്തവണ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമോന്നത സിവിൽ ബഹുമതികളിലൊന്നാണ് പത്മഭൂഷൺ. കേരളത്തിൽ നിന്നും പ്രധാനമായും 3 പേർക്കാണ് പത്മഭൂഷൺ നൽകി ഇത്തവണ രാജ്യം ആദരിച്ചിട്ടുള്ളത്. അതിലൊന്ന് മമ്മൂട്ടിയാണ്, രണ്ടാമത്തെ ആൾ VS അച്യുതാനന്ദനാണ്, മൂന്നാമതായി വെള്ളാപ്പള്ളി നടേശനാണ്. ഇതിൽ ആദ്യത്തെ 2 പേർക്കും, ഒന്നാമതായി മമ്മൂട്ടി കാലങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാവാം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയത്. അതുപോലെ VS അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം നിറസാന്നിധ്യമായിരുന്നു. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാവാം അച്യുതാനന്ദന് പത്മഭൂഷൺ നൽകിയിട്ടുണ്ടാവുക. എന്നാൽ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയത് എന്തിനാണെന്ന് ഒരു മലയാളിക്കും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം സ്വന്തം സമുദായത്തിൽ പോലും അംഗീകരിക്കപ്പെടാത്ത നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. മൈക്രോ ഫൈനാൻസ് പോലുള്ള നിരവധി കേസുകളിൽ പ്രതിയായ വ്യക്തി, കള്ള് വ്യവസായത്തിലൂടെയും മദ്യ വ്യവസായത്തിലൂടെയും കോടികൾ സമ്പാദിച്ച് പണക്കാരനായി ആ പണം ഉപയോഗിച്ച് സമുദായത്തെയും രാഷ്ട്രീയക്കാരെയും വിലക്കെടുക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരള സമൂഹത്തിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭാവനയും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വന്തം സമുദായത്തിന് പോലും എടുത്തു പറയത്തക്ക ഒരു സേവനവും ഒരു സഹായവും വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതായി ആർക്കും അറിയില്ല. ആ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത് ഏതായാലും അദ്ദേഹം നൽകിയ സേവനത്തിൻ്റെ പേരിലല്ല. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞതുപോലെ ഒന്നുകിൽ കാശ് കൊടുത്ത് വാങ്ങിയതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയതാവാം. ഏതായാലും രാജ്യം നൽകുന്ന പത്മഭൂഷൺ ബഹുമതിയെ ആദരവോട് കാണുന്ന ജനതയെ അവഹേളിക്കുന്ന നടപടിയാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകുക വഴി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഏതായാലും സമൂഹത്തിന് നൽകുന്ന സന്ദേശം നല്ലതായിരിക്കില്ല.